ബ്രഹ്മാണ്ഡ ഡയറക്ടർ ശങ്കറിൻ്റെയും ഉലകനായകൻ കമൽഹാസൻ്റെയും ഇന്ത്യൻ 2 96 ഇറങ്ങിയ ഇന്ത്യൻ 1ൻ്റെ സീക്വലാണ്. എല്ലാവർക്കും അറിയാം. 2017 തൊട്ട് ഇതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ 2019 എത്തി ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഇത് ഒന്ന് സ്റ്റാർട്ടാവാനായിട്ട്. പിന്നീട് നിങ്ങൾക്കറിയാം 5 കൊല്ലം ഷൂട്ട് ചെയ്യേണ്ടി വന്നു. മാർച്ച് 2024 വരെ ഇതിൻ്റെ ഷൂട്ടിംഗ് തുടർന്നിട്ടുണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ് ഇതിനകത്ത് ആദ്യത്തെ വർഷം തന്നെ ഇതിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ക്രെയിൻ ലൈറ്റും ഒക്കെ തകർന്നു വീണ് കുറച്ച് ആൾക്കാർ മരണപ്പെട്ടു. പിന്നീട് കോവിഡ് വന്നു. നെടുമുടി വേണു, വിവേക് തുടങ്ങിയ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ ഏകദേശം പകുതി വെച്ച് നിർത്തി. റെഡ് ജെയിൻ മൂവീസ് ഇതിൻ്റെ കോ പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്തു. വിഷ്വൽ എഫക്ട്സിൻ്റെ ഹെൽപ്പോടുകൂടി എയുടെ സഹായത്തോടു കൂടിയൊക്കെയാണ് പടം പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ റിലീസിനായിരിക്കുന്നത്. ശങ്കർ തന്നെയാണ് ഇതിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് വൈരമുത്തുവിൻ്റെ മകൻ കപിലൻ വൈരമുത്തു. അതുപോലെ ജയമോഹനില്ലേ, മഞ്ഞുമൽ ബോയ്സ് കള്ളുടിയന്മാരാണെന്നൊക്കെ പറഞ്ഞ് വിവാദമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അദ്ദേഹം ജയമോഹൻ റൈറ്ററാണ്. അദ്ദേഹം ശങ്കറിൻ്റെ കോ റൈറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന ഒരു റൈറ്ററാണ് സുജാത എന്നുള്ള ഒരു റൈറ്റർ. അദ്ദേഹത്തിൻ്റെ ബാക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്ക് ശങ്കർ മാജിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ശങ്കറിൻ്റെ കഴിഞ്ഞ പടങ്ങൾ മുതൽവൻ ആയിക്കോട്ടെ, അന്യനായിക്കോട്ടെ, ഇന്ത്യൻ ആയിക്കോട്ടെ, ഇതിനകത്തെല്ലാം സുജാത എന്നുള്ള റൈറ്ററുടെ ഡയലോഗ്സ് ഭയങ്കര ഒരു സ്പെഷ്യലായിരുന്നു. തിരക്കഥയിലും പുള്ളിക്കാരൻ്റെ ആ ഒരു ഹെൽപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നു, എടുത്തറിയാനായിട്ട് ഉണ്ടായിരുന്നു. സുജാത പോയതിന് ശേഷമാണ് നമുക്ക് ശങ്കറിൻ്റെ പടങ്ങളിൽ ഒരുപാട് ക്രിഞ്ച് പരിപാടികളും ഓവറായല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു തുടങ്ങിയത് ആ ഒരു റൈറ്റർ അദ്ദേഹത്തിൻ്റെ കൂടൊപ്പം ഇല്ലാതായതിനു ശേഷമാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ജാംബവാന്മാരാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ രവി വർമ്മൻ, പൊന്നിയൻ സെൽവനായിരുന്നു പുള്ളി ലാസ്റ്റ് ചെയ്ത വർക്ക്. അതേപോലെ എഡിറ്റർ ശ്രീകാർ പ്രസാദ്, ഇതിൻ്റെ ഡിസൈനർ, ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുത്തുരാജ്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ VFX ആണ്. VFX സൂപ്പർവൈസർ ശ്രീനിവാസൻ മോഹൻ. അദ്ദേഹമാണ് നമ്മൾ ഇതിനു മുമ്പ് ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക ഗംഭീര VFX മൂവികൾ. ഇപ്പോൾ നമുക്ക് 96 ഇറങ്ങിയ ഇന്ത്യൻ മുതൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ RRR, ബാഹുബലി 2.0, ശിവാജി എന്ന് വേണ്ട അദ്ദേഹത്തിൻ്റെ ശങ്കറിൻ്റെ മിക്ക പടങ്ങളിലും VFX സൂപ്പർവൈസർ ഇദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പങ്കെടുപ്പ് ഭയങ്കരമാണ്. പിന്നീട് നമ്മുടെ മ്യൂസിക് അനിരുദ്ധിൻ്റെ മ്യൂസിക് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്ക് AR റഹ്മാൻ എല്ലാവരും മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അനിരുദ്ധിനെ ഒരുപാട് പേര് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പാറ എന്നുള്ളൊരു പാട്ടും പിന്നെ കം ബാക്ക് ഇന്ത്യൻ എന്നുള്ള പാട്ടുമാണ് എനിക്ക് പേഴ്സണലി ഒക്കെ പടത്തിനകത്ത് കണക്റ്റഡ് ആണ് എന്നുള്ള. പാറ എന്നുള്ള പാട്ട് ക്ലൈമാക്സിനും ശേഷമാണ് പടത്തിനകത്ത് വരുന്നത്. ബാക്കി 2 സോങ്സും ഫ്ലാറ്റ് ആയിരുന്നു. ഇതിൻ്റെ ഒരു BGMഉം പരിപാടികളും എല്ലാം കുറച്ച്. പാറ എന്നുള്ള സോങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇത് ചെയ്ത് വരും എന്നല്ലാതെ ഒട്ടും ഗ്രിപ്പിംഗ് ആയിരുന്നില്ല. ബാക്കി ഇതിനകത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ടെക്നിക്കൽ സൈഡും, ഈവൻ മുത്തുരാജിൻ്റെ സെറ്റ് വർക്കും മറ്റു കാര്യങ്ങളും ബ്രഹ്മാണ്ഡ സെറ്റല്ലേ. ശങ്കറിൻ്റെ പടങ്ങളിൽ വരുമ്പോഴത്തേക്ക് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ സെറ്റൊന്നും അല്ലല്ലോ. ടെക്നിക്കൽ സൈഡ് എല്ലാം ബ്രില്യൻ്റ് ആണ്. രവി വർമ്മൻ്റെ ക്യാമറയും പരിപാടികളും എല്ലാം. പക്ഷേ ഇതിനകത്ത് എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. രവി വർമ്മൻ ക്യാമറയും ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരിക്കും. പക്ഷേ അതൊരു ഈസ്തറ്റിക്സിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ഈ വാട്ടർ സ്പ്രിംഗ്ലർ വെച്ചിട്ടിങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രിംഗിൾ ചെയ്ത് വിടുന്ന ഒരു പരിപാടി അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സിനിമയിലൊരു പാട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നായിക നടന്നു വരുന്നു, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചിങ്ങനെ വെള്ളം വളരെ മൈന്യൂട്ടായിട്ട് സ്പ്രേ ചെയ്ത് വിടും. പക്ഷേ ഇതിനകത്ത് പല സീനുകളിലും ഒരു കാര്യമില്ലാതെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിടും. ജസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷൻ്റെ വെളിയിലുള്ള ഒരു സീനാണ്. ഒരു ഔട്ട്ഡോർ സീനിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 360 ഡിഗ്രിയിൽ ക്യാമറ ഇറങ്ങുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാം മറ്റേ ഓസ് വെച്ച് വെള്ളം സ്പ്രേ ചെയ്ത് വിടുന്നതൊക്കെ. ഒരു ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് പടത്തിനകത്ത് അങ്ങോളം ഇങ്ങോളം ഈ സാധനം മുഴച്ച് നിൽക്കുന്നുണ്ട്. ലൈറ്റ് ഇനി ഇത് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണോ, ഇനി അവർ കാണാൻ മൊത്തത്തിൽ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇത് തന്നെ നമ്മൾ പല സിനിമകളിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്നത് രാജാറാണി സിനിമയിലുള്ള പാട്ടിനകത്ത് ഈ വെള്ളം ഇത് ചെയ്ത് വരുന്നതൊക്കെ അതിൽ ഇത് നല്ല ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല രസമാണ് അത് കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കൽ സൈഡെല്ലാം സൗണ്ട് ആയിക്കോട്ടെ മറ്റുള്ള എല്ലാ പരിപാടികളും ഗംഭീരമായിട്ട് VFX എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം പടത്തിൻ്റെ പോസിറ്റീവിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ പെർഫോമൻസസ്, കമൽഹാസൻ്റെ പെർഫോമൻസ് എക്സ്പ്രഷൻസ് നമുക്ക് അത്രയും കാണാൻ പറ്റില്ല. കാരണം ഓഫ് കോഴ്സ് അത് പ്രോസ്തറ്റിക് മേക്കപ്പാണ്. പ്രോസ്തറ്റിക് മേക്കപ്പിനകത്ത് നമുക്ക് കമൽഹാസൻ്റെ എക്സ്പ്രഷൻസ് വെച്ചിട്ടുള്ള പരിപാടികളൊന്നും നടക്കില്ല. ഇതിനകത്ത് കൂടുതലും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ളത് സിദ്ധാർത്ഥനാണ് ഈ പടത്തിനകത്ത് എന്തെങ്കിലും ഒരു ക്യാരക്ടർ വെയിറ്റേജ് ഉള്ളത്. ബാക്കി എല്ലാ ആൾക്കാരും ഒരുപാട് ഒരു ഭയങ്കര ഒരു ആക്ടേഴ്സ് പട്ടാളം തന്നെ ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. സിദ്ധാർത്ഥിൻ്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന രാഹുൽ പ്രീത് സിംഗ്, സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ക്യാരക്ടറിൽ വരുന്ന സമുദ്രകനി, പ്രിയ ഭവാനി, വിജയ് ജഗൻ, പോലീസ് ഓഫീസർ ക്യാരക്ടേഴ്സിൽ മെയിനായിട്ട് വരുന്നത് നെടുമുടി വേണു ഓഫ് കോഴ്സ് ഉണ്ട്. നെടുമുടി വേണുവിൻ്റെ മകനായി ഇതിനകത്ത് ബോബി സിൻഹ വരുന്നുണ്ട്. ബോബി സിൻഹ അദ്ദേഹത്തിൻ്റെ ആ ഒരു അസിസ്റ്റന്റ് പോലെയാണ് ഇതിനകത്ത് വിവേകിൻ്റെ ക്യാരക്ടർ വരുന്നത്. വില്ലൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അംബാനി, അദാനി,
വിജയ് മല്യ തുടങ്ങിയ ആളുകളുടെ കോർപ്പറേറ്റ് ആളുകളുടെ ഒരു ഛായ തോന്നത്തക്ക രീതിയിലുള്ള ഒരു ഗ്യാങ് ഓഫ് ആൾക്കാരുണ്ട്. അതിന് പുറമെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഒരു വില്ലൻ പരിപാടി എന്നുള്ള നിലയിൽ എസ് ജെ സൂര്യയുടെയൊക്കെ ആ ഒരു എൻട്രി സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു തിയേറ്റർ നല്ല രീതിയിൽ ക്ലാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പടത്തിൽ പുള്ളിയുടെ സ്പേസ് അല്ലെങ്കിൽ പുള്ളിയെ ഇതിനകത്ത് യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടില്ല. മേ ബി ഇന്ത്യൻ 3 വരുന്നുണ്ടാവാം. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ജസ്റ്റ് ക്യാമിയോ പോലെ വന്നു പോകുന്നുണ്ട്. ഈവൻ കാളിദാസ് ജയറാം അടക്കം പടത്തിനകത്ത് ഉണ്ട്. അപ്പം കാസ്റ്റ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. പക്ഷേ ഇത്രയും ഉള്ള ആളുകൾക്ക് ഈ തിരക്കഥയിൽ സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ തിരക്കഥയാണ് ഇതിനകത്തൊരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. അതിലേക്ക് വരും മുമ്പ് നമുക്കിതിൻ്റെ പോസിറ്റീവ്സ് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവ്സ് പടം തുടങ്ങി ആദ്യത്തെ അരമണിക്കൂർ ആ ഒരു സെറ്റിങ്, ഇങ്ങനെ ഇതാണ് സംഭവം, ഇതൊക്കെയാണ് നടക്കുന്നത്, ഇവിടെയാണ് ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇവൻ്റെ എന്നുള്ള ക്യാരക്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിക്കോട്ടെ. പടം വളരെ എൻഗേജിങ് ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് കംബാക്ക് ഇന്ത്യൻ എന്ന് പറയുന്നൊരു #, ക്രിയേറ്റ് ആവുന്നു. വിദേശത്തുള്ള ഇന്ത്യൻ ഇത് മനസ്സിലാക്കി നാട്ടിലേക്ക് വരുന്നത് വരെ ശരിക്കും നല്ല രീതിയിൽ പടം നല്ല സ്പീഡായിട്ടാണ് പോകുന്നത്. അതിനുശേഷം പടം അങ്ങ് ഇരുന്ന് പോകുന്നൊരവസ്ഥയിലാണ് ഇതിൻ്റെ തിരക്കഥ വന്നേക്കുന്നത്. ഡയലോഗ്സും അതുപോലെ തന്നെ പിന്നെ പാൻ ഇന്ത്യൻ ആവാനുള്ള ശ്രമം, അത് ഒരു വിഫല ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. പോസിറ്റീവാണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിൽ പോലും പടം എന്തൊക്കെയാണോ നമ്മൾ ഹേർട്ട് ചെയ്തത് അതാണ് നമ്മൾ വീണ്ടും പറഞ്ഞു വരുന്നത്. ആദ്യത്തെ 30 മിനിറ്റ്സ് പോസിറ്റീവാണ്. കംബാക്ക് ഇന്ത്യൻ എന്നുള്ള ഒരു സോങ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ഇതിനകത്ത് വരുന്ന ഒരു പോർഷനാണ്. പിന്നീട് ക്ലൈമാക്സിൽ പോസ്റ്റ് ക്ലൈമാക്സിൽ ഒരു 5 മിനിറ്റ് നേരം ഇന്ത്യൻ 3 വരാനിരിക്കുന്നുണ്ട്. ആ ഇന്ത്യൻ 3യുടെ കുറച്ച് ഗ്ലിംസും പരിപാടികളും കാണിക്കും. അത് ശരിക്കും എൻജോയ് ചെയ്തു. അതിന് ശേഷമാണ് പാറ എന്നുള്ള ആ ഒരു സോങ് തന്നെ പടത്തിനകത്ത് വരുന്നത്. അതുവരെ അതിൻ്റെ BGM മറ്റു കാര്യങ്ങളും വെച്ചിട്ടാണ് പടം പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. BGM അതുപോലെ അനിരുദ്ധിൻ്റെ ഒരു യൂഷ്വൽ പരിപാടികളൊന്നും എത്തിയിട്ടില്ല. പിന്നൊരു വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് VFX ആണ്. അതിനകത്ത് നെടുമുടി വേണുവിൻ്റെയും അതുപോലെ വിവേകിൻ്റെയൊക്കെ ഒരുപാട് പോർഷൻസ് VFXൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിവേകിൻ്റെ ശബ്ദം പോലും AIയിൽ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതാണ് അറിയുന്നത്. മേക്കപ്പും ഒക്കെയാണ്. പക്ഷേ എനിക്ക് ഇന്ത്യൻ 1ൽ കമലഹാസൻ്റെ മേക്കപ്പ് വർക്കായതുപോലെ ഈ പടത്തിനകത്ത് മേക്കപ്പ് വർക്കായിട്ടില്ല. പക്ഷേ കമലഹാസൻ്റെ ഒരു എൻട്രി സീനിൽ വരുന്ന എയർപോർട്ട് സീനിൽ വരുന്ന മേക്കപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അങ്ങനെ വളരെ ചുരുക്കം പോസിറ്റീവ്സ് മാത്രം പറഞ്ഞുകൊണ്ട് പടത്തിൻ്റെ തിരക്കഥ നമുക്ക് ഭയങ്കര വലിയൊരു നെഗറ്റീവാണ്. 96 ഇറങ്ങിയ ഇന്ത്യൻ പടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് വളരെ ഓർഗാനിക്കായിട്ടാണ് സംഗതികളെല്ലാം സംഭവിച്ച് ഒരു ഇന്ത്യൻ താത്തയുടെ ഒറിജിനൽ സ്റ്റോറിയാണല്ലോ ശരിക്കും. പക്ഷേ നേരെ മറിച്ച് ഇവിടെ 3 മണിക്കൂർ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പം അങ്ങേയറ്റം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ടാണ് ഇന്ത്യൻ താത്ത വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് എവിടെയൊക്കെ ഇന്ത്യൻ താത്തയ്ക്ക് പോകുമ്പോൾ ഇന്ത്യ മുഴുവൻ ഇത് ചെയ്ത് ഒരു പാൻ ഇന്ത്യൻ താത്തയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പടത്തിന് ഗുണം ചെയ്തിട്ടില്ല. അസഹനീയമായിട്ടുള്ളൊരു തിരക്കഥയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. 5 വർഷം ഷൂട്ടിങ്ങിന് എടുത്തതുകൊണ്ടും പടത്തിൻ്റെ ബഡ്ജറ്റ് കയറിപ്പോയതുകൊണ്ടും മേ ബി ഇത് 2 പോർഷനാക്കി എടുക്കാനുള്ളൊരു പ്ലാൻ ആയിരിക്കും. പക്ഷേ 2 പോർഷനാക്കി എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ എന്തെങ്കിലും വേണ്ടേ? ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ 250 മുതൽ 300 കോടി രൂപ വരെയാണ് ഈ പടത്തിന് ചിലവായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ബഡ്ജറ്റ് കാണിക്കുന്നത്. ഇത്രയും വലിയൊരു പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് നമുക്കൊരു ബ്രഹ്മാണ്ഡം ഫീലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതിൻ്റെ കഥയിലും വലുതായിട്ടൊന്നും വരുന്നില്ല. നമുക്ക് ഒരു ക്യാരക്ടേഴ്സുമായിട്ട് നമുക്കൊരു ഇമോഷണലി കണക്റ്റ് വരുന്നില്ല. വളരെ ഡിറ്റാച്ച് ആയിട്ടിരുന്നാണ് പടം കാണുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് പടം കൊണ്ടെത്തിക്കുന്നുണ്ട്. പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് എക്സ്പെക്റ്റേഷൻസ് വളരെ ലോ ആയിരുന്നു. എനിക്ക് ഇന്ത്യൻ 2ൻ്റെ ഒരു പ്രൊമോഷണൽ വർക്കും എന്നെ അപ്പീൽ ചെയ്തിട്ടില്ല. അതിൻ്റെ ട്രെയിലർ ആയിക്കോട്ടെ പാട്ടുകളായിക്കോട്ടെ ഒന്നും അപ്പീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്പെക്റ്റേഷൻസ് വളരെ കുറവായിരുന്നു. നന്നായാൽ നന്നായി എന്നുള്ളൊരവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ ഒരു ലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നിട്ട് പോലും അതിനും താഴേക്ക് പടം പോയി എന്നുള്ളതാണ്. സിനി ഫയൽസ് പിള്ളേർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ഇന്ത്യൻ 2ൻ്റെ സ്റ്റോറി ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളത് അതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഈ പടം കണ്ടതിനേക്കാൾ രസം തോന്നുന്നുണ്ട്. അവർ ഈ കഥ ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും അങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇമാജിനേഷൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പാതി എഫേർട്ടെങ്കിലും ഇതിൻ്റെ തിരക്കഥ ഉണ്ടാക്കാൻ നേരത്തെ ശ്രമിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മേ ബി നമ്മൾ ചിന്തിക്കുന്ന കണക്ക് ആയിരിക്കില്ല ഇന്ത്യൻ 3ൽ ഇനി എങ്ങനെ വരുമെന്നറിയില്ല. ഇന്ത്യൻ 3ലായിരിക്കാം മേ ബി ഇവർ ഉദ്ദേശിക്കുന്ന ശരിക്കുള്ള കഥ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ അവർ ഇറക്കി ഒരു 250 കോടി രൂപ ചിലവായി ഇറക്കി ഒരു 500 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ 3യുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് അടുത്ത പടമായിട്ട് ഇറക്കാമെന്നുള്ളത് ചിന്തയായിരിക്കാം മേ ബി. പക്ഷേ ഈ പടം അത്രയൊക്കെ കളക്ട് ചെയ്യുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ആളുകളെ എത്രത്തോളം ഇത് സ്വീകരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഞാനൊട്ടും ഈ പടം കണ്ടിട്ട് ഞാനൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾക്ക് പടം കാണണം. ഈ ഇന്ത്യൻ 2 എന്നുള്ള സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ്, ശങ്കറിൻ്റെ പടമാണ്, കമലഹാസനുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും മുടക്കില്ല. പക്ഷേ ഇത് ഒട്ടും റെക്കമെൻഡിങ് അല്ലാത്തൊരവസ്ഥയിലേക്ക് പടം പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് ഒന്ന് കുറച്ച് പടം കാണാൻ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ബൈ.